ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബാങ്കിങ് ടെക് സ്പോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തികച്ചും ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാ സുഹൃത്തുക്കൾക്കും ഒരു കാർ എടുക്കാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ചില ആൾക്കാർക്ക് പൈസയുടെ ഇഷ്യൂ ഉണ്ടാകും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് സിബിലിൻ്റെ ഇഷ്യൂ ഉണ്ടാകും. അങ്ങനെ പല പല ഇഷ്യൂസും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു മോഹമാണ് ഒരു കാർ എടുക്കുക, അത് ഓടിച്ചു പോവുക എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളൂ, ഞാൻ ഉൾപ്പെടെ. ഓക്കെ, എന്നാൽ ചില ആൾക്കാർക്ക് ഈ കാർ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫോർമാലിറ്റീസ് ഇത് എങ്ങനെയാണ് ഒന്നൊന്നും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഒരു ഫുൾ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു യൂസ്ഡ് കാർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ പല ബാങ്കുകളും പല രീതിയിലാണ് ഫണ്ട് ചെയ്യുന്നത്. ചില ബാങ്കുകൾ 100% ഫണ്ട് ചെയ്യും, ചില ബാങ്കുകൾ 90%, 80%. ചിലപ്പോൾ നമ്മളുടെ സിബിലിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇത്ര ശതമാനം മാത്രമേ ബാങ്കുകൾ ലോൺ തരികയുള്ളൂ. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത് ഏകദേശം 35ഓളം ബാങ്കുകൾ അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഓഫ് ഗാലക്സി എന്ന് പറയാം, ഒരു ബാങ്കിങ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 99% പേർക്കും ഇതിൽ നിന്ന് കാർ ലോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടും. നിങ്ങൾ വേറെ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, പിന്നെ കാറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്. യൂസ്ഡ് കാർ ലോൺ എന്ന് വെച്ചാൽ പലതരത്തിലുമുണ്ട്. ഇപ്പോൾ യൂസ്ഡ് കാർ ലോൺ പർച്ചേസ് ഉണ്ട്, യൂസ്ഡ് കാർ ലോൺ ടോപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കാറുണ്ട്, അതിനെ വെച്ച് നിങ്ങൾക്ക് ലോൺ എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള വാല്യൂവിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിൻ്റെ 200% വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും. അതായത് നിങ്ങളുടെ കാറിൻ്റെ വില ഇപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. മാക്സിമം നിങ്ങൾ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ റെഡി ക്യാഷിന് എടുക്കുക. ലോൺ എടുക്കാത്തതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളെ നന്നാക്കാനല്ല ഒരു ബാങ്കും ഇപ്പോൾ നിലവിലുള്ളത്. അവർക്ക് അതിൻ്റെ പലിശ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തു കൂടി തന്നെയാണ് നമുക്ക് എല്ലാ ബാങ്കുകളും ലോൺ തരുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് എല്ലാവർക്കും അങ്ങനെ റെഡി ക്യാഷ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോണിനെ അല്ലെങ്കിൽ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എത്ര രൂപ കിട്ടും, എന്താണ് പലിശ, ഇതിന് മറ്റ് ചാർജസ്, ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ചാർജസ്, വാല്യുവേഷൻ എത്രയാണ് എന്നൊക്കെ ക്ലിയർ ആയിട്ട് ഞാനിവിടെ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രീ ഓൺഡ് കാറിനാണെങ്കിൽ 100% നിങ്ങൾക്ക് ലോൺ കിട്ടും. അത് സെർട്ടൻ എലിജിബിലിറ്റി ബേസ് ചെയ്തായിരിക്കും 100%, ഇല്ലെങ്കിൽ 90-95% ആയിരിക്കും നിങ്ങൾക്ക് ലോൺ കിട്ടുന്നത്. അതായത് മാനുഫാക്ചറിങ് ഇയർ മുതൽ 10 വർഷത്തിൽ കുറയാത്ത കാറുകളായിരിക്കണം നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ 2025 10 വർഷം കുറയുമ്പോൾ 2015. അപ്പോൾ 2015നും അതിന് മുകളിലോട്ടുള്ള കാറിനാണ് മെയിനായിട്ട് ലോൺ തരുന്നത്. അത് ഈസി ആയിട്ട് പാസ്സാകും. ഇനി 2015 പുറകിലോട്ടുള്ള കാറാണെങ്കിൽ ഞാൻ നമ്പർ വാട്സപ്പിൽ കൊടുത്തിരിക്കാം, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്കത് ഡീൽ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ മാക്സിമം കാലാവധി കിട്ടുന്നത് 60 മാസമാണ്. എൻ്റെ അറിവിൽ 99% ബാങ്കുകളും 60 മാസമായിരിക്കും നമുക്ക് യൂസ്ഡ് കാർ ലോൺ തരുന്നത്. അതായത് ഏകദേശം 5 വർഷം. പുതിയ കാറാണെങ്കിൽ 7 വർഷത്തേക്ക് നമുക്ക് ലോൺ കിട്ടും. അതും സർട്ടൻ കണ്ടീഷൻസ് ബേസ്ഡ് ആയിരിക്കും. യൂസ്ഡ് കാർ ലോൺ നമുക്കിപ്പോൾ ഇവിടെ എടുക്കാം. പുതിയ കാറിൻ്റെ അല്ല ചെയ്യുന്നത്, യൂസ്ഡ് കാർ ലോണിൻ്റെയാണ്. 60 മാസം വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും. ഇനി ഇതിൻ്റെ ഫീസ് ആൻഡ് ചാർജസ് ആണ്. ഇൻട്രസ്റ്റ് വരുന്നത് 12% ആയിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്. 12% എന്ന് പറയുമ്പോൾ പല ബാങ്കിലും പല ബേസിലാണ് ലോൺ വരുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം, കാൽക്കുലേഷൻ കാണിച്ചു തരാം. ഇനി ഫയൽ ചാർജസ് വരുന്നത് 1%. അത് ബാങ്കിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഫയൽ ചാർജ് വരുന്നത്. നിങ്ങളുടെ ഓവറോൾ ലോണിൻ്റെ 1% ആയിരിക്കും ഫയൽ ചാർജ് വരുന്നത്. പിന്നെ വെഹിക്കിളിൻ്റെ വാല്യുവേഷൻ ഉണ്ട്. ഈ വാല്യുവേഷൻ വരുന്നത് 750 രൂപയാണ് വാല്യുവേഷൻ വരുന്നത്. ചില ബാങ്കുകൾ അത് 900 വരെ വരും. ഓക്കെ, ഇനി ഡോക്യുമെൻ്റ് വേണ്ടത് പാൻ കാർഡ്, ആധാർ കാർഡ്, RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്, കറണ്ട് ബില്ലിൻ്റെ കോപ്പി, മൊബൈൽ നമ്പർ, ഇത്രയാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ നേരത്ത് അറിയാൻ സാധിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാനിവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ്, മൊബൈൽ നമ്പർ, ആധാറിനെ ബേസ് ചെയ്തുള്ള മൊബൈൽ നമ്പർ, ഫുൾ നെയിം, ഇമെയിൽ ID, പിൻകോഡ്, എത്ര രൂപയാണ് വേണ്ടത്, ആ എമൗണ്ട് ഇവിടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് മറ്റ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇനി നമുക്ക് ലോണിൻ്റെ ഡീറ്റെയിൽസ്, എത്ര രൂപ കിട്ടും, എങ്ങനെയാണ് പലിശ നോക്കുന്നത്, ഇതെല്ലാം നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം നമുക്കൊരു 5 ലക്ഷം രൂപയാണ് നമുക്ക് ലോൺ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പലിശ എന്ന് പറയുന്നത് 12%. 12% പലിശ 60 മാസത്തേക്ക്. 60 മാസം നമുക്കിവിടെ രേഖപ്പെടുത്താം.
അപ്പോൾ നിങ്ങൾക്ക് EMI വരുന്നത് തൊട്ട് താഴെ തന്നെ കാണാം 11,122 രൂപ 22 പൈസയാണ്. ടോട്ടൽ എമൗണ്ട് നമ്മൾ അടയ്ക്കാനുള്ളത് 6,67,333 തൊട്ട് താഴെ. പിന്നെ ഫ്ലാറ്റ് റേറ്റ് എല്ലാവരും കാണിക്കും 6.69 ആണ്. പിന്നെ ടോട്ടൽ ഇൻട്രസ്റ്റ് നിങ്ങൾ അടയ്ക്കുന്നത് ഈ 5 ലക്ഷത്തിൻ്റെ കൂടെ നിങ്ങൾ അടയ്ക്കേണ്ടത് 1,67,333 രൂപ. പിന്നെ ഇയർലി എമൗണ്ട് ഇൻട്രസ്റ്റ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നോക്കുക. അപ്പോൾ ഈ കാർ ലോണൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. നിങ്ങൾ മറ്റു ബാങ്കുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഇൻട്രസ്റ്റ് വെച്ച് നോക്കുക. ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് ഇപ്പോൾ കൊടുക്കുന്നത് 12% സാധാരണ ബാങ്കുകൾ. ഇപ്പോൾ SBIയിലൊക്കെ ഇതിൽ താഴെയും കിട്ടും. പക്ഷേ SBIയിലേക്ക് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് സാലറി സ്ലിപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കും. സാലറി വേണം. സൗത്ത് ഇന്ത്യൻ ബാങ്കിലും അതുപോലെ തന്നെയാണ് ഗവൺമെൻറ് ബാങ്കിലെല്ലാം നമുക്ക് സാലറി സ്ലിപ്പും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കാം. ഇത് സാധാരണ HDFC ബാങ്ക്, ICICI അങ്ങനെയുള്ള ബാങ്കുകൾ, പിന്നെ സിബിൽ കുറവുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് ഈ ഒരു ഓപ്ഷൻ എടുക്കേണ്ടത്. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഏകദേശം 35+ ബാങ്കുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കുകളിൽ എലിജിബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും അവർ റീഡയറക്റ്റ് ചെയ്യും. ആ ഒരു ബാങ്കിലേക്ക് റീഡയറക്റ്റ് ചെയ്യും, ബാങ്കിലേക്കോ NBFCയിലേക്കോ. അപ്പോൾ നമുക്ക് ലോൺ കിട്ടാവുന്നതിൻ്റെ ആ ചാൻസ് ഏകദേശം 99% തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ യൂസ്ഡ് കാർ ലോൺ ടോപ്പപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ടേക്ക് ഓവറിനെ കുറിച്ചോ പർച്ചേസിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ വാട്സപ്പിൽ തീർച്ചയായിട്ടും ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.